ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. ഇന്ന് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്തായിരിക്കും ആ ഹാപ്പി ന്യൂസ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഐബിസ് പെയിൻറ്റ് പുതിയ വേർഷൻ 9.4.0 ഇന്ന് റിലീസായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല ന്യൂ ഫീച്ചേഴ്സ് നമ്മുടെ ഐബിസ് പെയിൻറ്റ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഫീച്ചേഴ്സ് ഉപയോഗിക്കാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ പലപ്പോഴും വരയ്ക്കാൻ ശ്രമിക്കുന്ന ടൈമിൽ ഈ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ എന്ന് ചിന്തിക്കാത്തവർ കുറവായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ആ ഫീച്ചേഴ്സ്, എങ്ങനെയാണ് ആ ഫീച്ചേഴ്സ് ആക്റ്റീവ് ആക്കുക, എങ്ങനെയൊക്കെയാണ് ആ ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നല്ല വർക്കുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം, നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലേ, നമ്മുടെ വീഡിയോയിലോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് സോഫ്റ്റ്വെയർസിനെ പരിചയപ്പെടുത്തുകയും ഡിജിറ്റൽ ഡ്രോയിങ്ങും എഡിറ്റിങ്ങും ഒക്കെ നമ്മൾ പഠിപ്പിച്ചു വരുന്നുണ്ടല്ലേ. ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, അതുപോലെ തന്നെ ഓട്ടോഡെസ്ക്, സ്കെച്ച്ബുക്ക്, പ്രോക്രിയേറ്റ്, അങ്ങനെ ഒരുപാട് ഇൻഫിനിറ്റി ഡിസൈൻ അടക്കം പല വെക്റ്റർ റാസ്റ്റർ ആപ്ലിക്കേഷൻസിൻ്റെ ട്യൂട്ടോറിയൽ നമ്മുടെ ചാനലിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ഐബിസ് പെയിൻറ്റ് പുതിയ വേർഷൻ ഇന്ന് റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വേർഷൻസിലുള്ള പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഐബിസ് പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഐബിസ് പെയിൻറ്റ് എന്ന് പറയുന്നത് ഒരു റാസ്റ്റർ ആപ്ലിക്കേഷനാണ്. അതൊരു ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഐബിസ് പെയിൻറ്റ് ഞാൻ തുറന്നു വന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഇൻ്റർഫേസ്. നിങ്ങൾക്ക് ഐബിസ് പെയിൻറ്റ് കുറിച്ച് ഒന്നും അറിയില്ല, ടൂൾസും അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഐബിസ് പെയിൻറ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഐബിസ് പെയിൻറ്റ് വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ മൈ ഗാലറി എന്നുള്ള ഞാൻ ക്ലിക്ക് ചെയ്തു. അതിൽ പുതിയൊരു ക്യാൻവാസ് ഇവിടെ എടുക്കുന്നുണ്ട്. കുറച്ച് ക്യാൻവാസുകൾ നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ക്യാൻവാസുകളാണ് എടുക്കുന്നത്. നമുക്ക് തൽക്കാലം പുതിയൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു പ്ലസ് ഐക്കൺ കണ്ടില്ല, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ പുതിയൊരു ക്യാൻവാസ് സൈസ് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു ക്യാൻവാസ് സൈസ് എന്ന് പറയുന്നത് ബെറ്റർ ഇമേജ് ക്വാളിറ്റി നൽകും, പക്ഷേ കുറച്ചും കൂടി സ്മോൾ സൈസ് അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ആപ്ലിക്കേഷൻ സ്ലോ ആവാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷനിലൂടെ അവർ അറിയിക്കുന്നത്. ഞാൻ ഓക്കെ, കുഴപ്പമില്ല, നമുക്കത് ആ പ്രോബ്ലം അല്ല, നമ്മൾ വലിയ ഡ്രോയിങ്സ് ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഐബിസ് പെയിൻറ്റ് 9.4.0 എന്ന് പറഞ്ഞ വേർഷനിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫീച്ചർ, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വരും എന്ന് തോന്നിയൊരു ഫീച്ചർ ഉണ്ട്. അതെന്നെ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നമ്മളുടെ ബാക്ക് ബട്ടൺ കണ്ടോ, മൈ ഗാലറിയിലേക്ക് പോകുന്ന ബട്ടണാണിത്. അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് കാണാം. ആ സെറ്റിങ്സിലൊന്ന് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അവിടെ നിങ്ങൾക്ക് യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ യൂസർ ഇൻ്റർഫേസ്, അതിന് താഴെയായിട്ട് ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, റെഫറൻസ് വിൻഡോ. പേരിൽ തന്നെ ഉണ്ടല്ലേ, റെഫറൻസ് വിൻഡോ. അതായത് നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന റെഫറൻസ് സെപ്പറേറ്റ് ഒരു വിൻഡോയിൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ റെഫറൻസ് വിൻഡോ എന്നുള്ളത് ആക്റ്റീവ് ചെയ്യുകയാണ്, ഓൺ ചെയ്തിടുകയാണ്. അതെ, ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്തു. ഞാൻ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ബാക്കോട്ട് വരാം. കണ്ടോ, ഒരു പുതിയൊരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ ആ പുതിയൊരു വിൻഡോ ഇവിടെ ഒരു എക്സിറ്റ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്ന ഒരു ബാറും അല്ലെങ്കിൽ ഒരു ഓപ്ഷനും, ഇവിടെ നമുക്ക് ഒരു ക്യാമറ ഐക്കൺ എന്ന് വെച്ചാൽ ഇമേജ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് കാണാം, ഈ വിൻഡോ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നീക്കി വയ്ക്കാം നമ്മൾ വരയ്ക്കുന്ന സമയത്ത്. എന്നിട്ട് ആ ഒരു ഓപ്ഷൻ, ആ ഒരു ക്യാമറ ഐക്കണും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇമ്പോർട്ട് റെഫറൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നു. അതുപോലെ തന്നെ ഇവിടെ 3 ഡോട്ട്സും വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാൻവാസിൻ്റെ ഒരു ഐക്കണും എടുക്കുന്നുണ്ട്. ഇവിടെ ക്ലോസ് ചെയ്യുന്ന ഒരു വിൻഡോയും എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇമ്പോർട്ട് റെഫറൻസ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു റെഫറൻസിന് ഇമ്പോർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ജെറിയുടെ ഒരു ഇമേജ് ഉണ്ട്, ഞാനതിനെ ഇമ്പോർട്ട് ചെയ്തു. നമുക്ക് ഇതിൽ തന്നെ വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ സൂം ചെയ്യാം. കണ്ടോ, ഇങ്ങനെ സൂം ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ഈ ഒരു റെഫറൻസ് വിൻഡോനെ ഇതിങ്ങനെ സൈസ് കൂട്ടാനൊക്കെ നമുക്ക് പറ്റും.
ജസ്റ്റ് ഇങ്ങനെ സൈസ് കൂട്ടാനും സൂം ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് റെഫറൻസ് ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ബ്രഷ് യൂസ് ചെയ്തിട്ട് റെഫറൻസ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ചിത്രങ്ങൾ വരച്ചെടുക്കാം. നല്ല ഭംഗിക്ക് നമുക്ക് വേണ്ട ചിത്രങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ ചിത്രങ്ങൾ വരച്ചെടുത്ത് നമുക്കിങ്ങനെ വരച്ചെടുത്ത് കറക്റ്റായിട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു റെഫറൻസ് വിൻഡോയിൽ മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട്. ആ ഓപ്ഷൻസ് ഞാൻ കാണിക്കുന്നതിന് മുമ്പ് ഈ ഒരു റെഫറൻസ് വിൻഡോയിലുള്ള കുറച്ച് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കാം. ഈ ഒരു 3 ഡോട്ട്സ് കണ്ടില്ലേ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. റെഫറൻസ്, അതായത് ഒന്നിലധികം റെഫറൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ജെറിയുടെ ഇമേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇനിയും ഇമേജസ് എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഉള്ള റെഫറൻസിനെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ ഈ റെഫറൻസിൻ്റെ പൊസിഷൻ റീസെറ്റ് ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാനിതിനെ ജസ്റ്റ് ഇങ്ങനെ സൂം ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു പൊസിഷൻ റീസെറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് റീസെറ്റ് പൊസിഷൻ കൊടുക്കുക. കണ്ടോ, അതിൻ്റെ ആക്ച്വൽ സൈസിലേക്ക് അത് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം റിമൂവ് റെഫറൻസ് കൊടുത്താൽ എന്താ സംഭവിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ റെഫറൻസ് റിമൂവ് ആയിപ്പോകും. ഇനി ആഡ് റെഫറൻസ് നമുക്ക് കൊടുത്തു നോക്കാം. ആഡ് റെഫറൻസിൽ ഞാനിത് ഒരു ദുൽഖർ സൽമാൻ്റെ ഇമേജാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനൽ സൈസും റെക്കമെൻഡഡ് സൈസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവർ റെക്കമെൻഡ് ചെയ്യുന്ന സൈസ് തന്നെ എടുക്കുക. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്ത സൈസാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആ റെഫറൻസ് വന്നു. പുതിയൊരു റെഫറൻസ് വന്നപ്പോൾ എന്താ സംഭവിച്ചു, ഇവിടെ കണ്ടോ സ്ലൈഡർ അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാനുള്ള 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കണ്ടോ മുമ്പുള്ള റെഫറൻസിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ 2ൽ കൂടുതൽ അല്ലെങ്കിൽ 1ൽ കൂടുതൽ റെഫറൻസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ മാറ്റിക്കൊണ്ട് നമുക്ക് ആ റെഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റും. അതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി ഒരു പുതിയ വെർഷനിൽ വന്നപ്പോൾ, അല്ലേ. ഇനി നമുക്ക് ഈ ഒരു റെഫറൻസ് വേണ്ട, ഞാൻ റിമൂവ് കൊടുത്തു. അപ്പോൾ റിമൂവ് ചെയ്യണമെന്നൊരു പോപ്പപ്പ് ചോദിക്കുന്നുണ്ട്. ഓക്കെ കൊടുത്തു, കണ്ടോ അത് റിമൂവ് ചെയ്തു. ഇനി ഒരു ഓപ്ഷൻ ഉള്ളത് അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കളറ് നമ്മളുടെ വരയ്ക്കുന്ന ഇമേജിലേക്ക് ഫില്ല് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഐ ഡ്രോപ്പർ ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു റെഫറൻസ് വിൻഡോന്ന് തന്നെ കളർ പിക്ക് ചെയ്യാനും നമുക്ക് പറ്റും. കണ്ടോ, ഞാൻ ഈ ഒരു കളർ പിക്ക് ചെയ്തിട്ട് നമുക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു കളർ പെയിൻറ് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ മറ്റൊരു കളർ ഞാൻ പിക്ക് ചെയ്യാണ്. ഈ ഒരു കളർ പിക്ക് ചെയ്തു. ഈ ഒരു കളർ പിക്ക് ചെയ്തിട്ട് ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ കളറും പെയിൻറ് ചെയ്തു. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ റെഫറൻസിൽ നിന്ന് കളേഴ്സ് പിക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ആ റെഫറൻസ് സൂം ചെയ്തുകൊണ്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അല്ലെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്രോയിങ് ചെയ്യാനും ഈ ഒരു റെഫറൻസ് വിൻഡോ വളരെ ഉപയോഗപ്പെടുന്നുണ്ട്, അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ റെഫറൻസ് എടുത്തപ്പോൾ ഇവിടെ ഒരു ക്യാൻവാസിൻ്റെ ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ അത് ക്ലിക്ക് ചെയ്തപ്പോൾ എന്താ ഫുള്ള് വൈറ്റ് വന്നു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഐ വരയ്ക്കുകയാണ്. ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് കേട്ടോ. ഇവിടെ ഒരു ഐ വരയ്ക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് ഞാനൊരു ഐ വരച്ചു. ഇവിടെ ഞാനൊരു ഐ വരച്ചു. ഇത് ഞാൻ വരയ്ക്കുന്നത് ടാബ്ലറ്റിലായതുകൊണ്ട് എനിക്ക് ഏകദേശം ഇതിൻ്റെ അളവുകൾ എനിക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ ഇടയിൽ ഉള്ള ആ ഒരു ഐയുടെ അളവാണ് വരുന്നത്, പ്രൊപ്പോർഷനാണ് വരുന്നത്. ഈ അളവുകളൊക്കെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും. നിങ്ങളൊരു മൊബൈലിലൊക്കെ ഡ്രോയിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നിങ്ങളൊരു മൊബൈലിൽ ഡ്രോയിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ക്യാൻവാസ് സൈസൊക്കെ വളരെ ചെറുതായിരിക്കും. അപ്പോൾ നിങ്ങൾ നല്ല സൂമായിട്ടായിരിക്കും നിങ്ങളുടെ ക്യാൻവാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഈ ഒരു സൈസിൽ നിങ്ങളൊരു ഐ വരച്ചെന്ന് വിചാരിക്കുക, മൊബൈലിൽ നിങ്ങളൊരു ഐ വരച്ചെന്ന് വിചാരിക്കുക. പിന്നെ അടുത്ത ഐ വരയ്ക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ നീക്കി വെച്ച് സൂം ചെയ്തിട്ട് വരയ്ക്കണം. അപ്പോൾ തൊട്ടപ്പുറത്ത് വരച്ച ഐയുടെ സൈസ് എത്രയാണെന്നൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. അതായത് ഇതിൽ നമ്മൾ സൂം ചെയ്യുന്നതും അതുപോലെ തന്നെയുള്ള ഓപ്ഷൻസും ഒക്കെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ കാണാൻ പറ്റും. നിങ്ങൾ ഈ ഒരു വിൻഡോ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സൂം ചെയ്യുമ്പോഴും ആ ഒരു വിൻഡോയിൽ കറക്റ്റായിട്ട് നമ്മളെ ക്യാൻവാസ് സൂം ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് നമുക്ക് ആ ഈ വിൻഡോയിൽ ഐഡൻറ്റിഫൈ ചെയ്യാം നമ്മളെവിടെയാണ് വരക്കുന്നത്, എത്ര സൈസിലാണ് വരക്കുന്നത് എന്നൊക്കെ. അതൊരുപാട് യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ഭാഗത്ത് സൂം ചെയ്ത് വരയ്ക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും, ആ ഒരു വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ ഏത് പോർഷൻസിലൊക്കെയാണ് വരക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു ക്യാൻവാസിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഡ്രോയിങ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും.
അപ്പോൾ ഇതാണ് ഫസ്റ്റ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നിയത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അതിനുവേണ്ടി ഞാനൊരു റെഫറൻസ് ഇമേജ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ ഡ്രോയിങ് ചെയ്യാണ് വേണ്ടത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ഓപ്ഷനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊരു ഇമേജ് ഞാനിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഇമേജാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത് കുറച്ച് സ്നോ ഒക്കെ വരുന്ന ഒരു ഒരു അമ്പർല ചൂടി നിൽക്കുന്ന പോലുള്ള ഒരു ഇമേജാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജിൽ നമുക്ക് കുറച്ചൊരു റെയിനി എഫക്റ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ മഴ പെയ്യുന്ന പോലുള്ള ഒരു എഫക്റ്റ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ഈ ഒരു ഇമേജ് കറക്റ്റായിട്ടൊന്ന് ട്രാൻസ്ഫോം ചെയ്തിട്ട് കറക്റ്റായിട്ടൊന്ന് ഫിറ്റാക്കി വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതേ ഞാൻ ഇങ്ങനെ ഫിറ്റാക്കി ഈ ഒരു ഇമേജ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു റെയിനി എഫക്റ്റ് കൊണ്ടുവരണം. ഇപ്പോൾ ഓൾറെഡി ഇതിൽ സ്നോ പെയ്യുന്ന പോലുള്ളൊരു എഫക്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഫിൽറ്റർ എടുക്കുക. ഫിൽറ്ററിൽ ഒരു പുതിയൊരു ഓപ്ഷൻ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്, മൂവി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഇതിവിടെ കാണാം, മൂവി എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ റെയിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ, റെയിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ ഒരു ഓപ്ഷൻ ഒന്നുകൂടി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സെറ്റിങ്സ് വരും. ഈ റെയിൻ, അതായത് ഈ മഴ പെയ്യുന്നതിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടാം കേട്ടോ, സ്പീഡ് കൂട്ടാം. അതുപോലെ തന്നെ മഴ പെയ്യുന്നതിൻ്റെ എമൗണ്ട് നമുക്ക് കൂട്ടാം, അതായത് ആ മഴത്തുള്ളികളുടെ എണ്ണം നമുക്ക് കൂട്ടാം, ലെങ്ത്ത് കൂട്ടാൻ വേണമെങ്കിൽ മഴത്തുള്ളികളുടെ ലെങ്ത്ത് കൂട്ടാം. ഓക്കെ, അങ്ങനത്തെ ഓപ്ഷൻസ് ആണുള്ളത്. താഴെ തിക്നെസ്, മഴത്തുള്ളികളുടെ തിക്നെസ്, അതുപോലെ തന്നെ വിൻഡ് നമുക്ക് തീരുമാനിക്കാം എങ്ങോട്ടാണ് കാറ്റ് വീശുന്നത്, അതനുസരിച്ച് കണ്ടോ നമുക്ക് അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇമേജ് അനുസരിച്ച് ഈ ഒരു ലെവലിലായിരിക്കും മഴ പെയ്യുന്നത്, കാറ്റ് വീശുന്നതും മഴ പെയ്യുന്നതും. ഓക്കെ, അതുപോലെ തന്നെ ജിറ്റർ വിൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ആംഗിൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം, മഴത്തുള്ളിയുടെ കളർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ എനിക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. അത് നമുക്ക് ആനിമേഷനായിട്ട് 6 സെക്കൻഡിൻ്റെയോ 10 സെക്കൻഡിൻ്റെയോ ആനിമേഷനൊക്കെ ആയിട്ട് നമുക്ക് സേവ് ചെയ്തിടാനും പറ്റും കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു എഫക്റ്റിലേക്ക് ഒരു ഡ്രോയിങ്ങിനെ കൊണ്ടുവന്നിട്ട് ഒരു ആനിമേഷൻ ആയിട്ട് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 6 സെക്കൻഡിൻ്റെയോ ഒരു 30 സെക്കൻഡിൻ്റെ ഒക്കെ ഒരു ആനിമേഷൻ പോലെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇതും പുതിയൊരു ഫീച്ചർ ആണ്, നമ്മുടെ ഈ ഒരു പുതിയൊരു വേർഷനിലെ പുതിയൊരു ഫീച്ചറാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഫീച്ചറിനെ കുറിച്ചാണ്. ഇപ്പോൾ പുതിയതായിട്ട് റിലീസ് ചെയ്ത വേർഷനിൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടൂൾ ബോക്സിനായിട്ട് സംബന്ധിച്ചുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്കറിയാം ഈ കാണുന്നതാണ് ടൂൾ ബോക്സ് എന്ന്. ഇതിപ്പോൾ ഒരു ഒറ്റ വരിയായിട്ട് ലെഫ്റ്റിലാണ് അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ലെഫ്റ്റ് പോർഷനാണ്, ഇത് റൈറ്റ് പോർഷനാണ്. വേണമെങ്കിൽ നമുക്ക് റൈറ്റ് പോർഷനിൽ ഇതേപോലെ അലൈൻ ചെയ്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ സെറ്റിങ്സ് എടുക്കുക, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ടൂൾ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റാണ് എടുക്കുന്നത്. നമ്പർ ഓഫ് കോളം ഇൻ ടൂൾ സെലക്ട് പോപ്പപ്പ് എന്നുള്ളത് 1 ആണ്. അതായത് ഒറ്റ വരിയായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതാണ് 1 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിത് റൈറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. ഇപ്പം ഞാൻ റൈറ്റ് കൊടുത്തു കണ്ടോ, ആ ടൂൾസൊക്കെ റൈറ്റ് പോർഷനിൽ ഇവിടെ റൈറ്റ് പോർഷനിലായിട്ട് അലൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരൊറ്റ വരിയായിട്ടാണ്. നമ്മൾ ഈ വരി 2 വരിയായിട്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റിങ്സ് വന്നിട്ട് ഈ റൈറ്റും ലെഫ്റ്റും അല്ലാതെ പോപ്പപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം, അത് ഓൺ ചെയ്യുക. പോപ്പപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊന്തി വരുന്നൊരു എഫക്റ്റാണ്. അപ്പോൾ അത് ഓൺ ചെയ്തിട്ട് ഇവിടെ 1 എന്ന് എടുക്കണത് 2 ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കാം. ഞാൻ ജസ്റ്റ് കണ്ടോ, അപ്പോൾ 2 വരിയായിട്ട് കണ്ടോ, 2 വരിയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ 3 വരിയായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതൊന്നുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ സെറ്റിങ്സ് എടുത്തു, ഈ 2 എന്നുള്ളത് 3 ആക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം കണ്ടോ, 3 വരിയായിട്ട് ആ ടൂൾ ബോക്സിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ടൂൾ ബോക്സിനെ അലൈൻ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് വേറൊരു പുതിയൊരു ഫീച്ചറായിട്ട് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം. ഇത് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുള്ളൂ ഇപ്പോഴാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം കണ്ടോ, അതിൽ ഇവിടെ ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇടാം. അതെന്തിനാണ് ഇങ്ങനെ വേറെ കളേഴ്സ് ബാക്ക്ഗ്രൗണ്ടായി ഇടുന്നതെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഔട്ട്ലൈനൊക്കെ ഇട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് മറ്റ് കളേഴ്സ് കൊടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഫുൾ വൈറ്റ് ആണോ എടുക്കണമെന്ന് വിചാരിക്കുക. എനിക്ക് പെയിൻറ്റ് ചെയ്യേണ്ട കളറ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കാം കേട്ടോ.
എനിക്ക് പെയിൻറ്റ് ചെയ്യേണ്ട കളർ എന്ന് വെച്ചാൽ യെല്ലോ ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ആ വൈറ്റിൽ യെല്ലോ എടുത്ത് കാണിക്കുന്നില്ല. അതായത് നമുക്ക് ചിലപ്പോൾ എത്രത്തോളം അതിൽ ഒപ്പാസിറ്റി അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ഉണ്ടെന്നൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമുക്ക് ഇതേപോലെ ഡാർക്ക് കളറിലേക്കൊക്കെ നമുക്ക് മാറ്റിയിട്ടിട്ട് ഷെയ്ഡൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് നമുക്കിവിടെ പാലറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കളർ വീലിൽ നിന്നും സെലക്ട് ചെയ്യാം. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് HSL അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹ്യൂ, സാറ്റുറേഷൻ, ലൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്ക് പുതിയ വെർഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്ര നേരം പറഞ്ഞ സെറ്റിങ്സ്, അതായത് ibisPaint-Xൻ്റെ പുതിയ വെർഷൻ റിലീസായാൽ വന്നിട്ടുള്ള പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്യാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നതെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്, എങ്ങനെ റഫറൻസ് വിൻഡോ എടുക്കാം, ആ റഫറൻസ് വിൻഡോ യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഡ്രോയിങ് ചെയ്യാം, അതുപോലെ തന്നെ ആ വിൻഡോ എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് വരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചത്. അതെങ്ങനെ എടുത്ത് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് നമ്മളിവിടെ കാണാം യൂസർ ഇൻ്റർഫേസിൽ റഫറൻസ് വിൻഡോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ടാണ് നമ്മളത് ഓപ്പൺ ആക്കിയത്. പിന്നെ നമ്മൾ പഠിച്ചത് FXൽ പുതിയൊരു ഓപ്ഷൻ വന്നതാണ്. ടൂൾ ബോക്സിൽ ഫിൽറ്ററിൽ FXൽ മൂവി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാം റെയിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നതും ആ റെയിൻ എന്ന് പറഞ്ഞത് നമുക്കൊരു ആനിമേഷൻ ആക്കി മാറ്റാൻ പറ്റും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ച ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് നമ്മളുടെ ടൂൾ ബോക്സ് പോപ്പപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു വരിയായിട്ട് അലൈൻ ചെയ്യുന്നതും 2 കോളായിട്ടും 3 കോളായിട്ടൊക്കെ എങ്ങനെ അലൈൻ ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചൊരു ഭാഗം എന്ന് വെച്ചാൽ നമ്മളുടെ ലെയർ പാനലിൽ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇത്ര ഓപ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം, നിങ്ങളുടെ കമൻറ്റ്സ് പറയണം. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനി ibisPaint-Xൻ്റെ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രാഫിക് ഡിസൈനിങ്ങും ഡിജിറ്റൽ ആർട്ടൊക്കെ താല്പര്യപ്പെടുന്ന കൂട്ടുകാർക്ക് എൻ്റെ ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.